ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധം. ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി. സഭ തുടങ്ങിയ ഉടൻ പ്രതിപക്ഷം നേതാവ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയായിരുന്നു. സ്പീക്കർ ഡയസിന് മുന്നിൽ സ്വർണം കട്ടവർ അമ്പലം വിഴുങ്ങികളെന്ന ബാനറും ഉയർത്തി. ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള റദ്ദാക്കി. കേരളത്തിലെ ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നതെന്ന് സ്പീക്കർ മറുപടി നൽകി. പ്രതിപക്ഷ നടപടി അപമാനമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാലും പറഞ്ഞു. സഭ പുനരാരംഭിച്ച ശേഷവും പ്രതിപക്ഷം പ്രതിഷേധിക്കുകയാണ്. എന്താണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെന്നും ഒരു നോട്ടീസെങ്കിലും തരാതെ ബഹളം വെക്കരുതെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടുവെങ്കിലും പ്രതിഷേധം അടങ്ങിയില്ല. അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ. കേരളത്തിലെ രാജ്യത്തെ അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ദേവസ്വം ബോർഡ് പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ പ്ലീസ്. ബാനർ അങ്ങോട്ട് താത്താൻ പറ. പ്ലീസ് അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുത്തുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തര വേള അനുവദിക്കണം പ്ലീസ്. ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്. അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി. സെയ്ഫ്, എന്താണ് ഈ കാര്യത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആവശ്യം? അവരുടെ സമരമുദ്രാവാക്യം എന്താണ്? ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഈ വിഷയം സഭയിൽ കഴിഞ്ഞ ആഴ്ച പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി അന്ന് നോട്ടീസ് നൽകിയത്. പക്ഷേ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, സബ് ജുഡീസാണ്. അതുകൊണ്ട് ഈ വിഷയം പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് സ്പീക്കർ അന്ന് സ്വീകരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് വീണ്ടും സഭയിൽ ഉന്നയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തത്. അത് നോട്ടീസ് നൽകിയാലും ഒരു കാരണവശാലും പരിഗണിക്കില്ല എന്നുള്ള ബോധ്യം പ്രതിപക്ഷത്തിനുണ്ടായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ നോട്ടീസ് പോലും, അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും നൽകിയില്ല. രാവിലെ പാർലമെന്ററി പാർട്ടി ചേർന്നുകൊണ്ട് ചോദ്യോത്തര വേള മുതൽ തന്നെ ഈ വിഷയം ഉയർത്താം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ നിലപാട് സ്വീകരിച്ചു. അങ്ങനെ പ്രതിപക്ഷ നേതാവ് ആണ് ആദ്യഘട്ടത്തിൽ സംസാരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിനകത്തേക്ക് വരാം. എന്തായാലും പ്രതിപക്ഷം ആ നിലപാട് സ്വീകരിക്കുകയും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സഭാ നടപടിയുടെ ദൃശ്യങ്ങൾ കാണാം. മിനിസ്റ്റർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത ഒരു നിയമസഭയാണ് സർ ഈ നിയമസഭ. ഒരുപക്ഷെ ലോക പാർലമെന്ററി ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിരിക്കും ഇത് ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഈ സർക്കാരിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവുമാണ് സർ വ്യക്തമാക്കുന്നത്. ഏതൊരു ചർച്ചയെയും അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളൊരു ഗവൺമെന്റ്. അതുകൊണ്ടിപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ചർച്ചയെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ളൊരു ഗവൺമെന്റും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷവുമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത്. 6 ദിവസത്തിനുള്ളിൽ 4 തവണ. സർ, ഈ സർക്കാരിന്റെ ആത്മവിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് നോട്ടീസ് പോലും നൽകാതെ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്, അതും ചരിത്രത്തിൽ അത്യപൂർവമായ തരത്തിൽ ചോദ്യോത്തര വേള തന്നെ തടസ്സപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഭീരുത്വത്തെയാണ് സർ കാണിക്കുന്നത്. സർ, 188 ദിവസം ഈ നിയമസഭ സമ്മേളിച്ചു. ഇതുവരെ ഈ സഭ നിലവിൽ വന്ന് 188 ദിവസം ഒരു നോട്ടീസ് പോലും അടിയന്തര പ്രമേയത്തിന് കൊടുക്കാതിരുന്നത് ആകെ 9 ദിവസം മാത്രമാണ്.
ഇപ്പോഴിതാ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ, സഭയോടുള്ള മര്യാദ ഇവർ കാണിക്കണ്ടേ? സാർ, ഇവർക്ക് ഭയമാണ്. നോട്ടീസ് കൊടുത്താൽ സർക്കാരെങ്ങാനും ചർച്ചയ്ക്കെടുത്താലോ അപ്പോ ചെമ്പ് വെളിച്ചത്താവും കള്ളി വെളിച്ചത്താവും എന്നതുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു പ്രതിപക്ഷം. സാർ, ഇവർക്ക് വേണമെങ്കിൽ സബ്മിഷനായിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കാമായിരുന്നല്ലോ. എന്നിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നത് മനസ്സിലാക്കാം. ഒരു ശ്രമം, നടപടിക്രമം അനുസരിച്ചൊരു ശ്രമം നടത്താതെ നേരെ രാവിലെ നേരത്തെ തയ്യാറാക്കി വെച്ചൊരു ബാനറുമായി, നേരത്തെ ബാനറും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. ആ തിരക്കഥയുമായി വന്ന പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പിൽ നഗ്നരാക്കപ്പെട്ടിരിക്കുകയാണ്. സാർ, വസ്തുതകൾ പുറത്തു വരുമെന്ന ഭയമാണ് ഇവർക്കുള്ളത്. വസ്തുതകൾ പുറത്തു വരണമെന്നല്ല ഇവരാഗ്രഹിക്കുന്നത്. ഇവരാഗ്രഹിക്കുന്നത് പുകമറ നിലനിർത്തണം എന്നതാണ്. പുകമറ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ നാടകം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, കേരളത്തിലെ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അവരെ കൈവിലങ്ങണിയിച്ച് തുറുങ്കലടച്ച ചരിത്രമാണ് സാർ ഈ സർക്കാരിനുള്ളത്. അത് ഇവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സാർ, പ്രതിപക്ഷത്തിന്റെ ഈ നടപടി സഭയോടുള്ള ആദരവാണ്, ഇത് ചെയറിനോടുള്ള അനാദരവാണ്, കേരളത്തിലെ ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള അനാദരവാണ് എന്ന് രേഖപ്പെടുത്താൻ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബാനർ ഒന്ന് മാറ്റി പ്ലീസ്. അവിടെ പോയിരിക്കെ. നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ് അത് പറ. ഓൺ വാട്ട് ഗ്രൗണ്ട്? എന്ത് ഗ്രൗണ്ടിലാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത് അത് പറ. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താ? നിങ്ങൾ എഴുതി തന്നോ? നിങ്ങൾ എഴുതി തന്ന നോട്ടീസ് നൽകിയോ? ഒരു നോട്ടീസ് നൽകിയിട്ടില്ല. നോട്ടീസ് നൽകിയോ? ഇല്ല. ഡിസ്റപ്ഷന് ഗ്രൗണ്ട് പറ. ഈ സഭ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് പറ. സഭ ഡിസ്റപ്റ്റ് ചെയ്യാൻ ഗ്രൗണ്ട് പറ. നിങ്ങൾ ഒരു ഗ്രൗണ്ടും ഇല്ലാതെ ബഹളം ഉണ്ടാക്കരുത്. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് പറ. ഈ സഭ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് നിങ്ങൾ പറ. അതെ, നിങ്ങൾ തന്നോ? ഒരു നോട്ടീസ് പോലും നൽകിയിട്ടില്ല. ഒരു നോട്ടീസ് പോലും നൽകാതെ എങ്ങനെയാണ് ഡിസ്റപ്റ്റ് ചെയ്യാൻ? യെസ്, രാമചന്ദ്രൻ. യെസ് സാർ, സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭൂപ്രശ്നവും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പെട്ടെന്ന് സാർ, ഈ വിഷയം ചർച്ചയ്ക്ക് അവസരം തരാതെ പ്രതിപക്ഷം ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 15ാം നിയമസഭയിൽ 15ാം സഭയിൽ 17 അടിയന്തര പ്രമേയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അടിയന്തര പ്രമേയത്തിന് ഒരു നോട്ടീസ് പോലും നൽകാതെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. തൃശൂർ ജില്ലയിലെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മലയാറ്റൂർ വനമേഖലയിലെ ആരേക്കാപ്പ് വീരംകൂട്ടി ആദിവാസി നഗറിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയിലും മൂലം വാസസ്ഥലം ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും പുനരധിവാസം ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കണം. സാർ, സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനും ഭൂമിക്ക് രേഖ നൽകുന്നതിനും ഏറെ നടപടികൾ സ്വീകരിച്ച സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആരേക്കാപ്പ് ഉന്നതിയോട് ചേർന്ന് വീരാങ്കുടി നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനായി തൃശൂർ ജില്ലാ ഭരണകൂടവും പട്ടികവർഗ വികസന വകുപ്പും വനവകുപ്പും സംയുക്തമായി കണ്ടെത്തിയ കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് ഭാഗത്തെ സ്ഥലം താമസത്തിന് സജ്ജമാക്കിയതിനു ശേഷം വനവകുപ്പിന്റെ തടസ്സവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. വീരാങ്കുടി സമീപത്തായി മാറി താമസിച്ച സ്ഥലത്തു നിന്നും ഒരു കുട്ടിയെ പുലി ആക്രമിച്ച സാഹചര്യത്തിൽ മാരാങ്കോട് ഇവർക്കായി കണ്ടെത്തിയ സ്ഥലത്ത് കുടിൽ കെട്ടി താമസിച്ചു വരുന്ന 50ഓളം വരുന്ന കുടുംബങ്ങളെ അവിടെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. കൃഷി വകുപ്പിന്റെ ജൈവ കർഷക ഉന്നതിക്കുള്ള പുരസ്കാരം നേടിയ കൃഷി ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആരേക്കാപ്പ് വീരാങ്കുടി ഉന്നതിയിലെ മുഴുവൻ ആദിവാസി കുടുംബങ്ങളെയും മാരാങ്കോട് പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നതിനും ആവശ്യമായ ഭൂമി നൽകുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സഭയിൽ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വകുപ്പ് മന്ത്രി